എല്ലാവർക്കും സ്വാഗതം. ഞാനിന്നിവിടെ എത്തിച്ചേർന്നിരിക്കുന്നത് പെരുമ്പാവൂര് അടുത്ത് മലയിടംതുരുത്ത് എന്ന പ്രദേശത്ത് ബഹുമാനപ്പെട്ട വർഗീസ് പുറമടം ചെമ്മാച്ചൻ നടത്തുന്ന പ്രത്യാശഭവൻ എന്ന സ്ഥാപനത്തിലാണ്. ഇവിടെ മാനസിക അസ്വാസ്ഥ്യം അനുഭവിക്കുന്ന 65ഓളം പുരുഷന്മാരായ അന്തേവാസികളുടെ ഉണ്ട്. അവരെ കാണുവാനും അവരുടെ വിശേഷങ്ങൾ അറിയുവാനും പിന്നെ ഇന്നിവിടെ പാച്ചാമ്പറമ്പിൽ ഫാമിലി ട്രസ്റ്റാണ് ഇന്നത്തെ ഫുഡ് ഇവിടെ അവർക്ക് വേണ്ടിയിട്ട് സ്പോൺസർ ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതിൽ സംബന്ധിക്കാനും ഒക്കെ ആയിട്ടാണ് ഇവിടെ ഞാൻ എത്തിച്ചേർന്നിരിക്കുന്നത്. നമുക്ക് ഇവിടുത്തെ അന്തേവാസികളെയും പിന്നെ ഇവിടുത്തെ ചെമ്മാച്ചിനെയും ഇതിൻ്റെ കോർഡിനേറ്ററായിട്ടിരിക്കുന്ന ഫാദർ ജോർജ് ഐസക് അച്ഛൻ്റെ വാക്കുകളിലേക്ക് നമുക്ക് പോകാം. എല്ലാവരും നമുക്ക് പരിചയപ്പെടാം. ബഹുമാനപ്പെട്ട അച്ഛൻ മലയിടംതുരുത്ത് സെന്റ് മേരീസ് ചർച്ചിലെ വികാരിയാണ്. ബഹുമാനപ്പെട്ട അച്ഛൻ ഫാദർ ജോർജ് ചുണ്ടിയക്കാടൻ അച്ഛനാണ്. അച്ഛൻ പ്രത്യാശ ഭവനെ കുറിച്ച് 2 വാക്ക് സംസാരിക്കാമോ? മലയിടംതുരുത്ത് സ്ഥിതി ചെയ്യുന്നതായ പ്രത്യാശ ഭവൻ മാനസിക രോഗം മൂലം ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവരെ അതുപോലെ തെരുവിൽ അറിയുന്നവരെയെല്ലാം സംരക്ഷിക്കുന്നതായ ഒരു ഇടമാണ്. ഇത് ശരിക്കും ഒരു ദൈവത്തിൻ്റെ യഥാർത്ഥമായ ഒരു സുവിശേഷത്തെ മറ്റുള്ളവർക്ക് കാണിച്ചു കൊടുക്കുന്നതായ ഒരു സ്ഥലം കൂടിയാണത്. പലപ്പോഴും നമ്മളെല്ലാവരും അവഗണിക്കുന്നതായ ഒരു വിഭാഗമാണ് തെരുവിൽ അലയുന്നവർ, മാനസിക രോഗമുള്ളവരെല്ലാം. എന്നാൽ ഇവിടെ പ്രത്യാശ ഭവനിൽ അവരെ കൊണ്ടുവന്ന് പാർപ്പിച്ച് അവർക്ക് ഭക്ഷണവും താമസവും എല്ലാം നൽകി അവരെ ഒരു പുതിയൊരു ജീവിതത്തിലേക്ക് തിരികെ കൊണ്ടുവരുന്നുണ്ട്. ബഹുമാനപ്പെട്ട ചെമ്മാച്ചനും കുടുംബവും അതുമായി ചേർന്ന് പ്രവർത്തിക്കുന്ന ഒത്തിരി ആളുകളുടെ ഒരു സമഫലമായിട്ടാണ് ആ കാര്യങ്ങളൊക്കെ ഭംഗിയാക്കി നടന്നു പോകുന്നത്. നമുക്ക് അവരുടെ ശുശ്രൂഷയെ ഓർത്ത് പ്രാർത്ഥിക്കാം, ആ സ്ഥാപനത്തെ ഓർത്ത് നമുക്ക് പ്രാർത്ഥിക്കാം. അതുപോലെ നമ്മൾ കഴിയുന്ന രീതിയിലുള്ള സഹായങ്ങൾ ആ സ്ഥാപനത്തിൽ നൽകുമ്പോൾ അത് ഒരു സുവിശേഷം നമ്മുടെയും ജീവിതത്തിന്റെ ഭാഗമാക്കി മാറ്റും തുല്യമാണ്. അതുകൊണ്ട് എല്ലാവരും അതിനെ സഹായിച്ച് അതിനുവേണ്ടി പ്രാർത്ഥിച്ച് മുന്നോട്ട് പോകണം. ഏറ്റവും മനോഹരമായിട്ട് ദൈവം നൽകാൻ ആ സ്ഥാപനത്തെ വളർത്തണം. നമസ്കാരം. ഇന്ന് നമ്മുടെ പാച്ചാമ്പറമ്പിൽ ഫാമിലി ട്രസ്റ്റിന്റെ ഒരു ചാരിറ്റിയുടെ ഭാഗമായിട്ടാണ് ഞങ്ങൾ ഇന്നിവിടെ എത്തിച്ചേർന്നിരിക്കുന്നത്. അപ്പോൾ ട്രസ്റ്റിന്റെ പ്രസിഡന്റ് ഇവിടെ എത്തിയിട്ടുണ്ട്, മിസ്റ്റർ എൽദോസ് PJ പാച്ചാമ്പറമ്പിൽ. 2 വാക്ക് സംസാരിക്കും. നമസ്കാരം. ഇന്ന് ഈ പ്രത്യാശ ഭവനിലെ പാച്ചാമ്പറമ്പിൽ കുടുംബ ട്രസ്റ്റിന്റെ ജീവകാരുണ്യ പ്രവർത്തനത്തിന്റെ ഭാഗമായി ഇന്ന് ഇവിടെ എത്താൻ സാധിച്ചു. നമ്മൾ പാച്ചാമ്പറമ്പിൽ കുടുംബ ട്രസ്റ്റില് 123 കുടുംബങ്ങളാണ് ഉള്ളത്. അപ്പോൾ ഇന്ന് ഇവിടെ കുറച്ചുപേര് സൗകര്യമുള്ളവർ ഇവിടെ എത്തിയിട്ടുണ്ട്. അപ്പോൾ അതിന്റെ ഭാഗമായി ഇവിടെ എത്താനും ഇവിടെ മാനസികമായിട്ടുള്ള വെല്ലുവിളികൾ നേരിടുന്ന കുറെ ഇവിടെ 75ഓളം ആളുകൾ ഇവിടെ ഉണ്ട്. അവർക്ക് കാണാനും അവരുടെ കാര്യങ്ങളൊക്കെ കേൾക്കാനും അവർക്കൊരു നേരത്തെ ആഹാരവും അതുപോലെ തന്നെ അവർക്ക് വേണ്ട ആവശ്യമായ പലതരത്തിൽ സാധനങ്ങളൊക്കെ നമ്മുടെ ഈ ട്രസ്റ്റിലെ അംഗങ്ങളുടെ കയ്യിൽ നിന്ന് കളക്ട് ചെയ്തിട്ടാണ് ഇപ്പോൾ ഇവിടെ വന്നിരിക്കുന്നത്. എന്തായാലും ഇവിടെ ഇത് കാണുന്ന എല്ലാവരും ഇതൊരു ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഒരു പ്രസ്ഥാനമാണ്. നിങ്ങളെല്ലാവരും സഹായിക്കണം എന്നുകൂടി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. ഇത് വെറുതെ കണ്ടുപോയത് കൊണ്ട് കാര്യമില്ല. ഹൃദയത്തിലേക്ക് നമ്മൾ ഇവരുടെ ഈ ശുശ്രൂഷയെ ഒന്ന് ഹൃദയത്തിൽ ഏറ്റെടുക്കണം. അപ്പോഴാണ് നമ്മൾക്കും ഒരു മാനസാന്തരമുള്ള ഒരു ഹൃദയം നമ്മൾക്ക് ഉണ്ടാവുകയുള്ളൂ. അപ്പോൾ വരും തലമുറയ്ക്ക് ഇവരുടെ ഈ പ്രവർത്തനങ്ങൾ ഒരു പ്രചോദനമായി തരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു.
തണൽ